നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റോബിൻ ശർമ്മയുടെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ബുക്കായ ദ വെൽത്ത് മണി കാൺ ബൈ എന്ന ബുക്കിലെ കുറച്ച് പോയിന്റ്സ് നമ്മുടെ ജീവിതത്തിന് എങ്ങനെ യൂസ്ഫുൾ ആകുന്നുവെന്ന് നോക്കാം. റോബിൻ ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ വംശജനായ കനേഡിയൻ റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കാശ്മീരിൽ നിന്നും കാനഡയിലേക്ക് പോയി സെറ്റിലായതാണ്. കനേഡിയൻ പൗരനാണെങ്കിലും ഇന്ത്യൻ വംശജൻ എന്നതിൽ അഭിമാനിയും ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും വളരെയധികം ഇഷ്ടപ്പെടുന്നയാളുമാണ് അദ്ദേഹം. ഒരു ലോയറായാണ് അദ്ദേഹം തന്റെ കരിയർ ജീവിതം തുടങ്ങിയതെങ്കിലും പിന്നീട് അത് അവസാനിപ്പിച്ച് റൈറ്റർ, പബ്ലിക് സ്പീക്കർ, ലീഡർഷിപ്പ് ട്രെയിനർ എന്നീ മേഖലകളിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. നാസയും IBM, മൈക്രോസോഫ്റ്റ്, ഫെഡെക്സ് തുടങ്ങിയ മിക്ക ഇന്റർനാഷണൽ കമ്പനികളും തങ്ങളുടെ എംപ്ലോയീസിന് ക്ലാസുകൾ കൊടുക്കാനും എംപ്ലോയി മോട്ടിവേഷൻ സ്പീച്ചിനുമൊക്കെ റോബിൻ ശർമ്മയെ വിളിക്കാറുണ്ട്. തന്റെ വരുമാനത്തിന്റെ ഒരു വലിയ പങ്ക് പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനും ഉന്നമനത്തിനുമായും കുഷ്ഠരോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും മറ്റുമായും അദ്ദേഹം ചെലവാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്സ് മിക്കവാറും എല്ലാം മോട്ടിവേഷണലാണ്. 5 AM Club, The Greatness Guide, The Leader Who Had No Title, The Monk Who Sold His Ferrari തുടങ്ങിയ ധാരാളം ബുക്കുകൾ 92-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവ മലയാളത്തിലും ലഭ്യമാണ്. അപ്പോൾ ഇന്നീ വീഡിയോയിൽ ദ വെൽത്ത് മണി കാൺ ബൈ എന്ന ബുക്കിൽ നിന്നുള്ള 5 പാഠങ്ങൾ നോക്കാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ട്രൂ വെൽത്ത് ഈസ് മെഷേർഡ് ബൈ എക്സ്പീരിയൻസസ് നോട്ട് പൊസഷൻസ്. റോബിൻ ശർമ്മ നമ്മോട് പറയുന്നത് യഥാർത്ഥ സമ്പത്ത് എന്നത് ഭൗതികമായ സമ്പത്ത് ശേഖരിക്കുക എന്നതല്ല, ധാരാളം പണം, സ്വത്തുക്കൾ ഇവ നേടുന്നത് മാത്രമാകരുത് ജീവിതം. എല്ലാം വേണം ആവശ്യത്തിന്. അതോടൊപ്പം ജീവിതം പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥ സമ്പത്ത്. മനോഹരമായ ഓർമ്മകൾ ഉണ്ടാക്കുക, നല്ല നല്ല മൊമെന്റ്സ്, മെമ്മറീസ്, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, വ്യക്തിപരമായ വളർച്ചയുണ്ടാക്കുക, പേഴ്സണൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഓർ ഇംപ്രൂവ്മെന്റ് എന്നിവയിലൊക്കെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടം മാത്രമാകരുത് ജീവിതം, നേടുന്നതൊക്കെ അനുഭവിച്ചുകൊണ്ടാകണം ജീവിതം. രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് നോട്ട് എ സർക്കംസ്റ്റാൻസ്. ഹാപ്പിനെസ് എന്നത് ഒരു മാനസിക അവസ്ഥയായിരിക്കണം. അതൊരിക്കലും സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. സാഹചര്യങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ മാനസികാവസ്ഥ സ്ഥിരമായിരിക്കണം. എത്ര വിഷമം പിടിച്ച ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും പോസിറ്റീവായി ചിന്തിക്കുക, മനസ്സിന്റെ സന്തോഷവും സമാധാനവും നിലനിർത്തുക. ഇത് നാം ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ടതാണ്. തേർഡ് വൺ, ടൈം ഈസ് ദ കറൻസി ഓഫ് ലൈഫ്. നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ സമയമാണ്. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളും. ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം. അതിൽ ഫുൾ ഫോക്കസ്ഡ് ആയി ചെയ്യണം. വെറുതെ നമ്മുടെ സമയം പാഴാക്കി കളയാതെ ആ സമയം മാക്സിമം പ്രയോജനപ്പെടുത്തുക. അടുത്തതായി അദ്ദേഹം പറയുന്നത്, റിലേഷൻഷിപ്സ് ആർ ദ ഫൗണ്ടേഷൻ ഓഫ് ട്രൂ വെൽത്ത് എന്നാണ്. യഥാർത്ഥ സമ്പത്തിന്റെ അടിത്തറ അർത്ഥവത്തായ ബന്ധങ്ങളാണ്. അവയെ പരിപോഷിപ്പിക്കുക, നിലനിർത്തുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഫലപ്രദമായി ആശയവിനിമയം നടത്തുക, ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന ബോധം വളർത്തിയെടുക്കുക. അഞ്ചാമത്തെ പോയിന്റ്, പേഴ്സണൽ ഗ്രോത്ത് ഈസ് ദ അൾട്ടിമേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് തന്നെയാണ്. തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക, റിസ്കുകൾ ഏറ്റെടുക്കുക, ആ റിസ്കുകൾ വിജയത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുക. അതായത് നമ്മുടെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ച് വളരാനാണ് റോബിൻ ശർമ്മ തന്റെ ബുക്കിലൂടെ നമ്മോട് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.